സീറോ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഈ കിടക്കുന്നത്. അമേസ് ഡീസൽ, അപ്പൊ മൈലേജ് കിങ് ആണ് അല്ലേ? അതെ അതെ, നല്ല കിടുക്ക മൈലേജ്, 24 വരെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർ, 40,000 കിലോമീറ്റർ, VXI ആണ്. 40,000 ലോ കിലോമീറ്റർ ആണ്, VXI ആണ് വേരിയന്റ് വരുന്നത്. അത് മാക്സിമം നിങ്ങൾക്ക് സീറോ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. 49,000 കിലോമീറ്റർ ആണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഫുൾ ഓൺ ചെയ്യാം. സീറോ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന തിയാഗോ ആണ് ഈ കിടക്കുന്നത്. സിംഗിൾ ഓണർ, വെറും 13,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഈ കിടക്കുന്നത്. അടുത്തത് ബലേനോ. പിന്നെ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരുന്നുണ്ട്, ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെയാണ് വണ്ടിക്ക് വരുന്നത്. ദൈ കിടക്കുന്ന സിട്രോണും കൊടുക്കാനുള്ള വണ്ടിയാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്, CVT ട്രാൻസ്മിഷൻ ആണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് അവസ്ഥയിൽ. ഓക്കെ, ഇതിനകത്ത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നില്ല, ബാക്കി എല്ലാ സാധനങ്ങളും വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഇൻബിൽഡ് സിസ്റ്റം, നല്ല രീതിയിൽ ഇൻഡിക്കേറ്റേഴ്സ്. നീറ്റ് ക്വാളിറ്റി വണ്ടിയാണ്. ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയല്ല? ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ്. പെട്രോൾ വിത്ത് CNG. നല്ല മൈലേജ് ആയിരിക്കുമല്ലോ? അതെ അതെ. 38,000 കിലോമീറ്റർ, VXI. ലോ കിലോമീറ്റർ ഓടിയ ഡിസയർ കിട്ടാനൊക്കെ റെയർ ആണ് കേട്ടോ. ഇത്രയും കിലോമീറ്റർ കുറഞ്ഞ ഡിസയർ, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അരുൺ. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ് കാർ ആൻഡ് ബൈക്കിൻ്റെ പ്രീ ഓൺഡ് കാർ ഷോറൂമിലാണ്. കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ബാലരാമപുരത്ത് മുടവൂർപ്പാറ എന്ന് പറയുന്നതാണ് പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത്. ഇവിടെ നമ്മൾ 3ാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. പിന്നെ കാർ ആൻഡ് ബൈക്കിൻ്റെ പല ജില്ലയിലുള്ള വീഡിയോസും നമ്മൾ ചെയ്യാറുണ്ട് എപ്പോഴും. അല്ല, ഇവിടെ നിൽക്കുന്ന ആളെ ഞാൻ പരിചയപ്പെടുത്തിയില്ല. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ജയൻ. അതെ, യെസ്, ഇന്ന് ജയനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും ഇവിടെ വീഡിയോ ചെയ്യുമ്പോൾ പറയാറുള്ളതാണ് ഇവിടുത്തെ വാറണ്ടി, റോഡ് സൈഡ് അസിസ്റ്റ്, അങ്ങനെയുള്ള ഒരുപാട് ഓഫേഴ്സിൻ്റെ കാര്യങ്ങൾ. അതായത് 2 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്. 2 വർഷം വാറണ്ടി, ഒരു വർഷം റോഡ് സൈഡ് അസിസ്റ്റൻസ് വരുന്നുണ്ട്. 1 വർഷം റോഡ് സൈഡ് അസിസ്റ്റ് വരുന്നുണ്ട്. ഇന്ത്യയിൽ എവിടെയും അല്ലേ? ഓൾ ഇന്ത്യ റോഡ് സൈഡ് അസിസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ വേറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇടയിൽ പറയാമല്ലോ. ഇഷ്ടംപോലെ വണ്ടികൾ കയറിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും വന്ന പോലെയല്ല, ഒരുപാട് വണ്ടികൾ കയറിയിട്ടുണ്ട്. അതിനിടയിൽ തന്നെ സീറോ ഡൗൺ പേയ്മെൻറ്റ് വണ്ടികളുണ്ട്, ലോ ബഡ്ജറ്റ് വണ്ടികളുണ്ട്, എല്ലാ കാറ്റഗറിയിലുള്ള വണ്ടികളും കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് തുടങ്ങാം. ഇയോൺ, ഇതേതാ മോഡൽ? ഇത് 2017 മോഡൽ എറ. ഓക്കെ, എത്ര ഓടിയുണ്ട്? സെക്കൻഡ് ഓണർഷിപ്പ്, 62,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസോ കാര്യങ്ങളൊക്കെ ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ വില എത്ര പറയുന്നത്? നമുക്കൊരു 288 ആ റേഞ്ച് വരും. വിത്ത് 1 ഇയർ വാറണ്ടി ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, 288 അല്ലേ? അതെ. മോഡൽ ഏതാന്ന് പറഞ്ഞത്? 2017 ആണ്. 17 അല്ലേ? ഓക്കെ, നമുക്ക് 16 തൊട്ടുള്ള വണ്ടികൾക്കാണ് വാറണ്ടി 2 ഇയർ വാറണ്ടി വരുന്നത്. ഇതൊക്കെ ആ വാറണ്ടിയിൽ പെടുന്ന വണ്ടികളാണ് കേട്ടോ. എത്ര ചെറിയ വണ്ടിയാണേലും വാറണ്ടിയൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഫിനാൻസ് ഇതിന് എത്ര വരെ കയറും? ഫിനാൻസ് നമുക്കൊരു 2.5 മാക്സിമം ഫിനാൻസ് ചെയ്യാം. കയറും അല്ലേ? വണ്ടിയുടെ ഒരു 80-90% ചെയ്യാം മാക്സിമം ഫിനാൻസ് കയറുന്ന വണ്ടിയാണ്. സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടി ആകുമ്പോൾ നമുക്ക് പറയാം. ഇത് ഹോൾട്ടോ കേട്ടൺ 2023 മോഡൽ. ഇത് കുറച്ച് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പണിയായിരിക്കും കേട്ടോ. നിങ്ങൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മനസ്സിലാക്കി വേണം വീഡിയോ കാണാൻ. ഇത് 2023 മോഡൽ ഓൾട്ടോ കേട്ടൺ ആണ്. എത്ര ഓടിയുണ്ട്? ഇത് 70,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ്. വേരിയന്റ് ഏതായിരുന്നു? VXI ആണ്. മിഡിൽ വേരിയന്റ് ആണ്. ഓക്കെ, മിഡ് വേരിയന്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് എങ്ങനെ 2 ഡോർ പവർ വിൻഡോ, കമ്പനി മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. അലോയ് നല്ല വീൽ കപ്പാണ്. ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് വരുന്നത്. വില വരുമ്പോൾ 4 ലക്ഷം ബഡ്ജറ്റിനകത്ത് വരും. ഓക്കെ, 4 ലക്ഷം ബഡ്ജറ്റിനകത്ത് വരുന്ന വണ്ടിയാണ്. ഫിനാൻസും മാക്സിമം കയറുന്നുണ്ട്. ഇത് സീറോ ഡൗൺ പേയ്മെന്റ് കിട്ടുമോ? ഒരു 20-30 ഒക്കെ ഉണ്ടെങ്കിൽ ബാക്കി ചെയ്യാമല്ലോ. ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അടുത്തത് വീണ്ടും ഇയോൺ. ഇതേതാ മോഡൽ? ഇത് 2012 മോഡൽ. ഓക്കെ, 12 മോഡൽ, സിംഗിൾ ഓണർ, 60,000 കിലോമീറ്റർ. അപ്പോൾ ഇതിന് 12 ആയതുകൊണ്ട് ഫിനാൻസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഫിനാൻസ് കിട്ടില്ല. നമുക്ക് 13 തൊട്ടാണോ 14? 13 തൊട്ട് ചെയ്യാം, പക്ഷേ ഇയർ കുറച്ചേ കിട്ടുള്ളൂ. മറ്റേ 14 തൊട്ടാണെങ്കിൽ ഒരു 3 വർഷം വരെയൊക്കെ ഫിനാൻസ് ചെയ്യാം. 3 വർഷം വരെയൊക്കെ ചെയ്യാം. 13 ഒക്കെ ആണെങ്കിൽ 2 വർഷത്തിൽ താഴെയൊക്കെ ചെയ്യാൻ പറ്റുള്ളായിരിക്കും അല്ലേ? ഫിനാൻസ് ടെന്നർ കുറയും. ഇപ്പോൾ ഇത് 12 ആയതുകൊണ്ട് ഫിനാൻസ് ചെയ്യാൻ പറ്റില്ല, റെഡി ക്യാഷ് എടുക്കേണ്ടി വരും. അപ്പോൾ എത്ര വില പറയുന്നത്? ഒരു 160 റേഞ്ച് വരും. 160 കേട്ടോ, 160 ആണ് ഇതിന് പറയുന്നത്. ഇതൊക്കെ ആസ്കിംഗ് പ്രൈസ് അല്ലേ? ആസ്കിംഗ് പ്രൈസ് ആണ്. കസ്റ്റമർ നോക്കി വന്നു കഴിയുമ്പോൾ പ്രൈസ് ഒക്കെ നെഗോഷ്യബിൾ ആണ്. പിന്നെ മേജറായിട്ട് ആക്സിഡന്റോ ഫ്ലഡ് എഫക്റ്റഡ് ആയിട്ടുള്ള വണ്ടികളോ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഓരോ വണ്ടി എടുത്ത് പറയാത്തത്. ചെറിയ എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാമല്ലോ. അടുത്തതൊരു വാഗണറാണ്. ക്യാമറ ഉള്ളിലേക്ക് പോരട്ടെ. സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് എല്ലാം അടുപ്പിച്ചാണ് ഇട്ടേണത്. 2 വിരൽ ഗ്യാപ്പിലാണ് വണ്ടി കിടക്കുന്നത്. ഈ വാഗണർ ഏതാ മോഡൽ? ഇത് 2023 ആണ്. 40,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ, VXI ആണ്. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? 23 മോഡൽ. ഓക്കെ, മേജറായിട്ട് പ്രശ്നങ്ങളൊന്നും തന്നെ ഉള്ള വണ്ടിയല്ല. അതെ. അപ്പോൾ വില വരുമ്പം 5.25 വരും. 5.25 അല്ലേ? 5,75,000. ഫിനാൻസ് കയറുമല്ലോ? ഫിനാൻസ് കയറും. നമുക്കൊരു 5 രൂപ ഫിനാൻസും ചെയ്യാം. 5 രൂപ ഫിനാൻസ് ചെയ്യാം. ഓക്കെ, ഒരു 75 രൂപ. ചിലപ്പോൾ നിങ്ങളുടെ സിബിൽ സ്കോർ അനുസരിച്ച് കുറച്ച് ഡൗൺ പേയ്മെന്റ് മതിയായിരിക്കും. സിബിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. 750 ഒക്കെ 700, 710, 750 ഒക്കെ സിബിൽ സ്കോർ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ചെറിയൊരു ഡൗൺ പേയ്മെന്റ് അല്ലെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റിലൊക്കെ വണ്ടി ഇറക്കാൻ പറ്റുള്ളൂ. അടുത്തത് ഹ്യുണ്ടായി i20 ആക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് SX ആണ്, ഫുൾ ഓപ്ഷൻ ആണ്. ഓക്കെ,
സെക്കൻഡ് ഓണർഷിപ്പ് 62,000 കിലോമീറ്ററാണ് വരുന്നത്. ഓക്കെ, ഫുൾ ഓപ്ഷൻ ആണ്. XX എന്ന് പറയുന്നത് ഫുൾ ഓപ്ഷൻ ആണ്. പ്രൊജക്ടർ ലാമ്പ്, പിന്നെ അലോയ് വീല്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെ വരുന്ന വണ്ടിയാണ്. i20 തന്നെ അതിൻ്റെ കുറച്ചുകൂടി ഒരു മസ്കുലർ വേർഷൻ ആയിട്ട് ഇറക്കിയ വണ്ടിയാണ്. മുകളിലൊരു റൂഫ് റെയിലൊക്കെ ഉണ്ടാവും. ചെറിയ ചെറിയ ഡിഫറൻസ് മാത്രമാണ് ഉള്ളത്. വില എത്ര പറയുന്നത്? 495 വരും. 495 അല്ലേ? ഓക്കെ, ഫിനാൻസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉള്ള വണ്ടിയല്ല. ഇത് പെട്രോൾ ആണോ? പെട്രോൾ മാനുവൽ ആണ്. ഓക്കെ, അടുത്തത് ബാക്കിൽ വണ്ടി ഇതിൻ്റെ ഇടയിൽ കൂടെ പോകണം. അതിലേ പോകാല്ലേ? ബാക്കിൽ ഇതേ ഇവിടെ ഒരു ക്വിഡ് കിടപ്പുണ്ട്. ഇത് 2018 മോഡൽ. 18 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പ്, 52,000 കിലോമീറ്റർ. പേരിൻ്റെ ഏതാ? ഇത് RXT എന്ന് പറയുന്ന പെട്രോൾ മാനുവൽ അല്ലേ? അതെ. ഓക്കെ, വില എത്ര പറയുന്നത്? ഇത് വരുമ്പം 3.4 വരും. 3.4, 3,25,000. സീറോ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. മാക്സിമം ഫുൾ ഓൺ വരെ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ മാക്സിമം നിങ്ങൾക്ക് സീറോ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഈ കിടക്കുന്നത്. സിബിൽ സ്കോർ ഒക്കെ ഓക്കെ ആയിരിക്കണം, അത് ഞാൻ എടുത്ത് പറയുകയാണ്. അടുത്തത് ഇത് അമേസ് ഡീസലാണ്. അമേസ് ഡീസൽ, അപ്പോൾ മൈലേജ് കിങ് ആണ് അല്ലേ? അതെ. നല്ല കിടുക്ക മൈലേജ്, ഏകദേശം ഒരു 24 വരെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. അപ്പോൾ മോഡൽ 2014 മോഡൽ, സിംഗിൾ ഓണർ. ഓക്കെ, കിലോമീറ്റർ 1,27,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ഓക്കെ, 1,27 ഓടിയിട്ടുണ്ട്. ഡീസൽ ആയതുകൊണ്ടും മൈലേജ് ഉള്ളതുകൊണ്ടും അത്യാവശ്യം വണ്ടി ഓടിയിട്ടുണ്ട്. പക്ഷെ മെക്കാനിക്കൽ സൈഡെല്ലാം ക്ലിയർ, വണ്ടി പ്രോപ്പറായിട്ട് സർവീസ് ചെയ്ത് കൊണ്ടുവന്നിരുന്ന വണ്ടി തന്നെയാണ്. അപ്പോൾ വില വരുമ്പം 3.45 വരും. 3.45 ആണ് പറയുന്ന വില. ആസ്കിംഗ് പ്രൈസ് ആണ്. ഇതിന് മാക്സിമം ഫിനാൻസ് കയറും? ഇത് നമുക്കൊരു 4 വർഷം വരെ ചെയ്യാം. 4 വർഷം വരെയൊക്കെ ഫിനാൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ പറയുന്ന പോലെ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഒക്കെ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും. ഒരു 50 രൂപ ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ വണ്ടികൾക്കൊക്കെ നമുക്ക് ഹിസ്റ്ററി ഉണ്ടായിരിക്കുമല്ലോ. മിക്ക വണ്ടികൾക്കും കമ്പനി ഹിസ്റ്ററി ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളൊന്നും ഉള്ള വണ്ടി അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ 2023-24 മോഡൽ വണ്ടിയൊക്കെ ആകുമ്പോൾ കമ്പനിയുടെ വാറണ്ടി ഉണ്ടാവും അല്ലേ? അതെ, 24 കമ്പനി അണ്ടർ വാറണ്ടി കിടക്കുന്ന വണ്ടികളും ഉണ്ടാവും. പിന്നെ അതുകൂടാതെ ഇവരുടെ 2 വർഷത്തെ വാറണ്ടിയും കിട്ടുന്നതായിരിക്കും. അടുത്ത വാഗണർ, ഇത് 2017 മോഡൽ. ഇത് സിംഗിൾ ഓണർ, 40,000 കിലോമീറ്റർ, VXI ആണ്. 40,000 ലോ കിലോമീറ്റർ ആണ്, VXI ആണ് വേരിയന്റ് വരുന്നത്. വേറെ പ്രശ്നമൊന്നുമില്ല. വില എത്ര പറയുന്നത്? നമുക്കൊരു 4 ലക്ഷം ബഡ്ജറ്റ് വരുന്നത്. 4 ലക്ഷം ബഡ്ജറ്റിലാണ് ഈ ഒരു വാഗണാർ കിടക്കുന്നത്. ക്ലീൻ പീസ് വണ്ടിയാണ്, പ്രോപ്പർ സർവീസ് ചെയ്തിരുന്ന ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ്. ടയർ കണ്ടീഷനൊക്കെ എല്ലാ വണ്ടിക്കും ഉണ്ട് കേട്ടോ. ആവറേജ് ടയർ അല്ലെങ്കിൽ അതിന് ആവറേജ് അബോ ടയറുള്ള വണ്ടികളാണ് ഇവിടെ ഉള്ളൂ. തേഞ്ഞ ടയറൊക്കെ മാറ്റി കൊടുക്കില്ലേ? അപ്പോൾ അതിൻ്റെ ഒന്നും ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. പിന്നെ കസ്റ്റമർ വന്നിട്ട് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ കുറച്ച് ചെയ്തു തരാൻ പറഞ്ഞാൽ ചെയ്ത് കൊടുക്കില്ല. ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവർ അത് മാനേജ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഡെലിവറിക്ക് ഇടുള്ളൂ. ഇപ്പോൾ ഒരു വണ്ടി ഡെലിവറി പോയിട്ടുണ്ട് അല്ലേ? WRV ഡീസൽ ഒരെണ്ണം ഡെലിവറിക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ നിങ്ങൾ ജസ്റ്റ് കാണിച്ചു തരാം. ഹാപ്പി കസ്റ്റമർ ആണ്. ഇഷ്ടംപോലെ വണ്ടികൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അടുത്തത് ഇത് ഓൾട്ടോ 800 2016 മോഡല്. ഓക്കെ, സിംഗിൾ ഓണർ, 52,000 കിലോമീറ്റർ. വേരിയന്റ് ഏത്? ഇത് LXI ആണ്, ബേസ് വേരിയന്റ് ആണ്. LXI ബേസ് വേരിയന്റ് ആണ്. ഇത് 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. സിസ്റ്റം 2 ചെയ്തിട്ടുണ്ട്, മ്യൂസിക് സിസ്റ്റം. ഓക്കെ, വേറെ ഒന്നുമില്ല. ഓക്കെ, ഇത് നമുക്ക് മാക്സിമം ഫുൾ ഓൺ ചെയ്യാം. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. വില എത്ര? ഇത് വരുമ്പോൾ 2.75 വരും. 2.25 ആണ്. അത് മാക്സിമം നിങ്ങൾക്ക് സീറോ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. 2.25 നിങ്ങൾക്ക് ഫിനാൻസ് കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. അടുത്തതിന് ഞങ്ങൾക്ക് എങ്ങനെ പോകണം? ബൊലേറോ ഇങ്ങനെ പോകാം അല്ലേ? 2 ബൊലേറോ കിടപ്പുണ്ട്. ഇത് ഏതാ മോഡല്? ഇത് 2013 മോഡല്, M2DI ആണ്. M2DI. ഓക്കെ, 4 സിലിണ്ടർ ആണ്. 4 സിലിണ്ടർ വണ്ടിയാണ്. ഡീസലാണ്. ഡീസൽ 98,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ, ഇതിനകത്ത് ഇപ്പോൾ സീറ്റ് കവറൊക്കെ ഉള്ളിൽ മാറ്റിയിട്ടുണ്ട്. ബാക്കിയെല്ലാം കമ്പനി സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് കിടക്കുന്നത്. 4 പുത്തൻ ടയർ കിടപ്പുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. മേജറായിട്ട് ഇഷ്യൂസ് ഒന്നും ഉള്ള വണ്ടിയല്ല. ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടി. പക്ക ബോഡി ക്വാളിറ്റിയാണ്. തുരുമ്പും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. മോഡൽ ഏതാന്ന് പറഞ്ഞാൽ 2013. ഓക്കെ, അപ്പോൾ വില എത്ര? നമുക്ക് സെല്ലിംഗ് കിട്ടിയിരിക്കുന്നത് 3.95 ആണ്. സെല്ലിംഗ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, 3.95 ആണ് നമുക്ക് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ ഒരു 7 സീറ്റർ വണ്ടിയൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. കുഴപ്പമൊന്നുമില്ല. അടുത്തത് വീണ്ടും ഒരു ബൊലേറോ. ഇത് വണ്ടി വന്നതേ ഉള്ളൂ, റേറ്റ് ഒന്നും ആയിട്ടില്ല. റേറ്റ് ആയിട്ടില്ല അല്ലേ? ഇതിന്റെ റേറ്റ് DI ആണ്. 12 മോഡൽ. റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി. അപ്പോഴത്തേക്ക് റേറ്റും കാര്യങ്ങളൊക്കെ ആവും. ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് അറിയാമോ? കിലോമീറ്റർ 1.27 കിലോമീറ്റർ. സെക്കൻഡോ തേർഡോ ഓണർഷിപ്പാണ്. വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. വണ്ടിക്ക് പഴക്കത്തിൻ്റെതായ ഒരു ഇതൊക്കെ ഉള്ളൂ. ഒന്ന് വാഷ് ചെയ്ത് പോളിഷൊക്കെ ചെയ്ത് കഴിയുമ്പോൾ സെറ്റപ്പ് ആകും. വണ്ടി അടിപൊളിയായിട്ട് കിടക്കുന്നതാണ്. ഡീറ്റെയിൽസ് ബോഡി ക്വാളിറ്റി ഉണ്ട്. ഒക്കെ ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അടുത്തത് ടിയാഗോ 2018 മോഡൽ. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ്, 49,000 കിലോമീറ്റർ ആണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഫുൾ ഓൺ ചെയ്യാം. സീറോ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന ടിയാഗോ ആണ് ഈ കിടക്കുന്നത്. ഇത് ബേസ് വേരിയന്റ് ആണോ? ഇത് XT ആണ്, മിഡിൽ വേരിയന്റ് ആണ്. മിഡിൽ വേരിയന്റ് ആണല്ലേ? ഇതിനകത്ത് ഇപ്പോൾ ഫീച്ചേഴ്സ് ആയിട്ട് എന്താ പറയാനുള്ളത്? ഫീച്ചേഴ്സ് കമ്പനി മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്, 4 ഡോർ പവർ വിൻഡോ ഉണ്ട്. ബാക്കിയെല്ലാം നോർമൽ. ഡ്യുവൽ എയർ ബാഗ് ഒക്കെ വരുന്നുണ്ട്. ബേസിക് ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. ഡ്യുവൽ എയർ ബാഗ്, ABS,
പിന്നെ ടയറൊക്കെ പുത്തൻ ടയർ തന്നെയാണ് കിടക്കുന്നത്, കുഴപ്പമൊന്നുമില്ല. കിലോമീറ്റർ എത്ര ഓടിയെന്ന് പറഞ്ഞാൽ 49,000 കിലോമീറ്റർ. 49,000. അപ്പോൾ ടയർ മാറ്റിയിട്ടുണ്ട്, പുതിയ ടയർ ആയിരിക്കും കിടക്കുന്നത് അല്ലേ? ഓക്കെ. വേറെ മേജറായിട്ട് ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. വില എത്ര പറയുന്നത്? ഇത് വരുമ്പോൾ 3.5 റേഞ്ച് വരും. 3,50,000. അത് നിങ്ങൾക്ക് ഫുള്ളും ലോൺ ചെയ്യാൻ പറ്റുന്ന സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടിയാണ്. കിഡൊക്കെ മാക്സിമം സീറോ ഡൗൺ പേയ്മെന്റ് ചെയ്യാൻ പറ്റും. എല്ലായിടത്തും ചെല്ലുമ്പോഴും നമ്മൾ അങ്ങനെ കേൾക്കാറുണ്ട്. ഇതും സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടിയാണ്. മോഡൽ ഏതാ? ഇത് 2016 മോഡൽ. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പ്, 85,000 കിലോമീറ്റർ. 85,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന മാനുവൽ അല്ലേ വണ്ടി? മാനുവൽ. വേരിയന്റ് ഏതാ? ഇത് RXT അല്ലേ? അതെ. ഓക്കെ. കമ്പനി സിസ്റ്റം വരുന്നുണ്ട്. അതെ. പവർ വിൻഡോ 2 ഡോർ ആയിരിക്കും. 2 ഡോർ വരും. 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ഇത് 1 ലിറ്റർ ആണല്ലേ? 1000 cc ആണ്. നമ്മൾ നേരത്തെ കണ്ട കിഡ് അത് 1000 cc തന്നെയാണ്. നമ്മുടെ 2 കിഡും 1000 cc വണ്ടിയാണ് കേട്ടോ. 800 അല്ല. അത്യാവശ്യം പവറുള്ള വണ്ടി തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിന് വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല. വില എത്രയാണെന്ന് പറഞ്ഞാൽ? ഇത് വരുമ്പോൾ 295. 295. ആ 295 നിങ്ങൾക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തത് നിസാന്റെ മാഗ്നൈറ്റ്. മോഡൽ ഏതാ? 2023 മോഡല്. ഓക്കെ. സിംഗിൾ ഓണർ, 13,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ, വെറും 13,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഈ കിടക്കുന്നത്, നിസാന്റെ മാഗ്നൈറ്റ്. ഇതിന് കമ്പനിയുടെ വാറണ്ടി ഉണ്ടാവുമല്ലോ? 26 ലാസ്റ്റ് വരെ കമ്പനി വാറണ്ടി. 26 വരെ നിസാന്റെ വാറണ്ടി ഉണ്ട്. അത് കൂടാതെ നമ്മുടെ 2 വർഷത്തെ കാറാൻ ബൈക്കിന്റെ, മഹീന്ദ്ര കാറാൻ ബൈക്കിന്റെ വാറണ്ടിയും കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാവുന്ന ഒരു വണ്ടിയാണ്. ബാക്കി ഡീറ്റെയിൽസ്. 13,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ ആണ്. വേറെ മേജറായിട്ട് ഇഷ്യൂസോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. കിലോമീറ്റർ ലോ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഷോറൂം കണ്ടീഷൻ വണ്ടിക്ക് ഉണ്ട്. വേരിയന്റ് ഏതാ? ഇത് വരുമ്പോൾ XM വരും. XM അല്ല, XE വരും. XE എന്ന് പറയുമ്പോൾ മിഡ് വേരിയന്റ് ആണോ? മിഡ് വേരിയന്റ് ആണ്. വീൽ കപ്പാണ് വരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സ് ആയിട്ട് എന്താ ഉള്ളത്? ഉള്ളിൽ ഫോട്ടോ, പവർ വിൻഡോ ഒക്കെ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. സിസ്റ്റം അഡീഷൻ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ അഡീഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സിസ്റ്റം വിത്ത് റിവേഴ്സ് ക്യാമറ ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ വില ഇത് വരുമ്പോൾ 568 വരും. 568 നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് അടയ്ക്കേണ്ടി വരും? നമുക്കൊരു 40 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്യാം. 40 രൂപ ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്യാവുന്നതാണ്. ഫിനാൻസിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം? നമുക്കിപ്പം കസ്റ്റമറുടെ പ്രൊഫൈൽ അനുസരിച്ചാണ്. ആധാറും പാൻ കാർഡുമാണ് മെയിനായിട്ട് വേണ്ടത്. എലിജിബിലിറ്റി ചെക്ക് ചെയ്യാൻ ആധാറും പാൻ കാർഡുമാണ് വേണ്ടത്. ഒരു മണിക്കൂറിനുള്ളിൽ എലിജിബിലിറ്റി ചെക്ക് ചെയ്ത് പറയാൻ പറ്റും. ബാക്കി ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? മറ്റേ കസ്റ്റമറുടെ പ്രൊഫൈൽ അനുസരിച്ചാണ്. ചിലപ്പോൾ ലാൻഡ് ടാക്സ് വേണ്ടി വരും, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വേണ്ടി വരും. 6 മാസം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ വേണ്ടി വരും. അപ്പോൾ അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസത്തിനുള്ളിൽ? നമുക്കൊരു 3 വർക്കിംഗ് ഡേയ്സ്, 3 അല്ലെങ്കിൽ 4 വർക്കിംഗ് ഡേയ്സ് വണ്ടി ഇറക്കാം. ഒരു 5 ദിവസത്തിനുള്ളിൽ വണ്ടി ഇറക്കാം. നിങ്ങളുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് വണ്ടി ഇറക്കി തരുന്നതായിരിക്കും. റെഡി ക്യാഷ് ആയിട്ട് വരികയാണെങ്കിൽ ID പ്രൂഫ് മാത്രം മതി അല്ലേ? അതെ, ആധാർ മാത്രം മതി. ഇപ്പോൾ 1 മണിക്കൂറിനുള്ളിൽ വണ്ടി കൊടുക്കാമല്ലോ അല്ലേ? അടുത്തത് ബലേനോ. 2019 മോഡൽ. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പ്, 40,000 കിലോമീറ്റർ. പെട്രോൾ അല്ലേ? പെട്രോൾ. നമ്മുടെ നിസാൻ മാഗ്നൈറ്റ് പെട്രോൾ അല്ലേ? പെട്രോൾ. നമ്മൾ ഇത്ര നേരം കണ്ട വണ്ടികളിൽ ബൊലേറോ മാത്രമല്ല ഡീസൽ. അമേസും ഡീസലാണ്. ബൊലേറോ അമേസും ആണ് ഡീസൽ. ബാക്കി കണ്ട വണ്ടി എല്ലാം പെട്രോൾ വണ്ടിയാണ് കേട്ടോ. ഇതും പെട്രോളാണ്. എത്ര ഓടിയുടെ വണ്ടി? 40,000 കിലോമീറ്റർ. 40,000. സിംഗിൾ ഓണർ. സെക്കൻഡ് ഓണർഷിപ്പിലാണ് കിടക്കുന്നത്. മാക്സിമം ഫിനാൻസ് കയറുന്ന വണ്ടിയാണോ? അതെ, മാക്സിമം ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഡെൽറ്റ ആണ് വേരിയന്റ് വരുന്നത്. പെട്രോൾ മാനുവൽ അല്ലേ? അതെ. ഡെൽറ്റ വേരിയന്റ് എന്ന് പറയുമ്പോൾ ഫോട്ടോ, പവർ വിൻഡോ, ഇൻബിൽഡ് സിസ്റ്റം, അതെ, ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം, കൺട്രോൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അലോയ് അല്ലേ ഇത്? കപ്പാണ് വരുന്നത്. പിന്നെ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരുന്നുണ്ട്, ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെയാണ് വണ്ടിക്ക് വരുന്നത്. ഒരു 50 രൂപ താഴെയൊക്കെ ഡൗൺ പേയ്മെന്റ് അടച്ചിറക്കാം. സുഖമായിട്ട് ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. വണ്ടി ഇങ്ങനെ അബിയൽ പരുവത്തിൽ കിടക്കുന്ന പറഞ്ഞേ. അടുത്തത് ഒരു സാൻഡ്രോ അല്ലേ? സാൻഡ്രോ റേറ്റ് ആയിട്ടില്ല. നമുക്ക് ഇത് പറയാം, ഈക്കോ പറയാം. ഈ വണ്ടി നിങ്ങൾ നോക്കി വെച്ചോ. റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ടാൽ മതി. പുതിയതായിട്ട് വരുന്ന വണ്ടി ആയതുകൊണ്ടാണ് കേട്ടോ റേറ്റ് നമുക്ക് കിട്ടാതെ. ദൈ കിടക്കുന്ന സിട്രോണും കൊടുക്കാനുള്ള വണ്ടിയാണ്. ഇതിന് 26 മോഡലാണ്. 26 മോഡൽ സിട്രോൺ ആണ്. കിലോമീറ്റർ ഒക്കെ ഇത് 20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ആയിരിക്കുമല്ലോ? അതെ, സിംഗിൾ ഓണർഷിപ്പ്. ഇതിന്റെ റേറ്റ് ആയിട്ടില്ല. നിങ്ങൾ നോക്കി വെച്ചോ, കോൺടാക്ട് ചെയ്താൽ മതി റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ. ടോപ്പ് എൻഡ് വണ്ടിയാണ് അല്ലേ? ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. CVT ട്രാൻസ്മിഷൻ ആണ്. അടുത്തൊരു ഇക്കോ. 2020 മോഡല്. ഓക്കെ. 38,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 5 സീറ്റർ സ്റ്റാൻഡേർഡ് ആണ്. 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. നീറ്റ് വണ്ടി അല്ലേ? പക്ക ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. വേറെ തുരുമ്പ കാര്യങ്ങളൊന്നുമില്ല. ഒന്നും തന്നെ ഇല്ല. കൊമേഴ്ഷ്യൽ പർപ്പസിന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പ്രൈവറ്റ് പർപ്പസിന് ഉപയോഗിക്കാം. 5 സീറ്റർ ആണല്ലേ വണ്ടി? ഇപ്പോൾ 5 സീറ്റർ. ഇതിൽ ഡീസൽ ഇല്ലല്ലോ? ഇല്ല, CNG വരുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ ഒരു ഡീസൽ ഇല്ല, പെട്രോൾ ആണ്. വില വരുമ്പോൾ 4,400 വരും. 4,25,000 ആണ് വില. ഫിനാൻസ് നമുക്കൊരു 3.25-4 രൂപ അടുപ്പിച്ച് ചെയ്യാൻ പറ്റും. അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഗ്രാൻഡ് ഐറ്റം നിയോസ്. മോഡൽ 2022 ലാസ്റ്റ്. ഓക്കെ. സിംഗിൾ ഓണർ, 39,000 കിലോമീറ്റർ. സ്പോർട്സ് ആണ് വേരിയന്റ്. ടോപ്പ് എൻഡ് ആണ്. ടോപ്പ് ലാസ്റ്റ് ആണ് ടോപ്പ് എൻഡ് വരുന്നത്. അതിന് തൊട്ട് താഴെ വരുന്ന വേരിയന്റ് അല്ലേ?
അപ്പോൾ അതിനകത്ത് ഡിഫറൻസ് എന്തായിരിക്കും? പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് അവസ്ഥയിൽ. ഓക്കെ, ഇതിനകത്ത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നില്ല, ബാക്കി എല്ലാ സാധനങ്ങളും വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഇൻബിൽഡ് സിസ്റ്റം, അലോയിൽ മിറർ ഇൻഡിക്കേറ്റേഴ്സ്, മിറർ ഫോൾഡിങ് ഉണ്ടാവും, പിന്നെ എന്താ പറയുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ വരുന്നുണ്ട് വണ്ടിയിൽ. വില വരുമ്പോൾ നമുക്ക് ഒരു 5.25 റേഞ്ച് വരും. 5.25, 5,75,000 ആണ് വില പറയുന്നത്. ഫിനാൻസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. ഫിനാൻസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി കേട്ടോ. നമുക്ക് ഫിക്സഡ് ആയിട്ട് ഒരു ഡീറ്റെയിൽസും പറയാൻ പറ്റില്ല, നിങ്ങളുടെ പ്രൊഫൈൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതാണ് നമ്മൾ ഏകദേശം ഒരു കാര്യം പറഞ്ഞു പോകുന്നത്. അടുത്തൊരു അമേസ് ഡീസലാണോ? പെട്രോളാണ്, ഇന്ന് വന്നതേ ഉള്ളൂ വണ്ടി. 2019 മോഡൽ. ഓക്കെ, 44,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. വേരിയൻ്റ് ഏതാ? വേരിയൻ്റ് വരുമ്പോൾ VX എന്ന് പറയുന്ന വേരിയൻ്റ് ആണല്ലേ. ഓക്കെ, നീറ്റ് ക്വാളിറ്റി വണ്ടിയാണ്. ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയല്ല? ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ്. ഓക്കെ, ഇതിനകത്ത് അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം തന്നെ വരുന്നുണ്ട്, അലോയ് ഉൾപ്പെടെ എല്ലാം തന്നെ വരുന്നുണ്ട്. വില റേറ്റ് ആയിട്ടില്ല, വന്നതേ ഉള്ളൂ. റേറ്റ് ആയിട്ടില്ല കേട്ടോ. ഇതിൻ്റെ റേറ്റ് നിങ്ങൾ ജസ്റ്റ് വിളിച്ചു വെച്ചാൽ മതി. കാരണം ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് തൊട്ട് മുമ്പ് വന്ന വണ്ടികളാണ്. ഇതൊന്ന് വാല്യുവേറ്റ് ചെയ്തവർക്ക് വില ഇടാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കണമല്ലോ, അതുകൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ഗ്രാൻഡ് ഇത് മറ്റേ ഇത് എക്സെന്റ് ആണ്. 2023 മോഡൽ. 23 മോഡൽ. CNG ആണ്. CNG ഉള്ള വണ്ടിയാണല്ലേ? ടാക്സി വണ്ടി അല്ലല്ലോ, പ്രൈവറ്റ് വണ്ടി അല്ലേ? അത് പ്രൈവറ്റ് വണ്ടിയാണ്. ഓക്കെ, പെട്രോൾ വിത്ത് CNG. നല്ല മൈലേജ് ആയിരിക്കുമല്ലോ. അതെ. പിന്നെ കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, 1,00,000 അടുപ്പിച്ച് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഒന്നിനടുപ്പിച്ച് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. CNG ആയതുകൊണ്ട് മൈലേജ് ഉള്ളതുകൊണ്ടും ഓടിയിട്ടുണ്ട്. എന്നാലും ഓടിക്കാനൊക്കെ എങ്ങനെയുണ്ട് വണ്ടി? വേറെ എല്ലാ കമ്പനിയിലാണ് സർവീസ് എല്ലാം ചെയ്തിട്ടുള്ളത്. പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടി ആയതുകൊണ്ട് ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. മോഡൽ ഏതായിരുന്നു? 22 മോഡൽ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. കിലോമീറ്റർ മാത്രം കുറച്ച് ഓടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. CNG ഉള്ള വണ്ടിയാണ്, നല്ല മൈലേജ് ഉണ്ടാവും. വില എത്ര പറയുന്നത്? 3,85 വരും. 3,85,000 അല്ലേ? ഓക്കെ. അടുത്തത് ഇതിൻ്റെ ഇടയിൽ ഒരു ഡിസയർ കിടപ്പുണ്ട്. ഇത് ഏതാ മോഡൽ? ഇത് 15 മോഡലാണ്. 15 മോഡൽ. സെക്കൻഡ് ഓണർഷിപ്പ്, 38,000 കിലോമീറ്റർ. VXI പെട്രോളാണ്. അതെ. കുറച്ച് പണിയൊക്കെ എടുത്തിട്ടുണ്ടല്ലേ വണ്ടിയിൽ? അതെ. എന്ന് പറഞ്ഞാൽ മിറർ രണ്ടും ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. മിറർ രണ്ടും ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. മുകളിൽ ഷാർക്ക് ഫിനാൻഡിനോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രമ്മിലൊക്കെ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. വീലിൻ്റെ ഡ്രമ്മിലൊക്കെ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്തിട്ടില്ല, എന്നാലും വണ്ടി കാണുമ്പോൾ എന്തൊക്കെയോ ചെയ്ത പോലെ തോന്നുന്നുണ്ട്, ഒരു ഫീൽ വരുന്നുണ്ട്. അപ്പോൾ മോഡൽ 2015 മോഡൽ. കിലോമീറ്റർ 38,000. ലോ കിലോമീറ്റർ ഓടിയ ഡിസയർ കിട്ടാനൊക്കെ റെയർ ആണ് കേട്ടോ. ഇത്രയും കിലോമീറ്റർ കുറഞ്ഞ ഡിസയർ, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി, പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടി. വില 4,45 വരും. 4,45,000 ആണ് ഈ വണ്ടിക്ക് പറയുന്ന വില കേട്ടോ. ഫിനാൻസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. അടുത്തത് ഡസ്റ്റർ ഏതാ മോഡൽ? ഇത് 2017 മോഡൽ. 1 ടൺ ആണോ? 1 ടൺ BS. എത്ര ഓടിയുണ്ട്? ഇത് 1,12,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ ആണ്. ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. RXZ ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. അലോയ് വീൽ ഉൾപ്പെടെ എല്ലാം തന്നെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റിക്കർ ഉണ്ട്, അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട അല്ലേ? സ്റ്റിക്കർ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വ്യൂവേഴ്സിന് എങ്ങനെ കരിപ്പളവും. അപ്പോൾ ഇതിൻ്റെ വില ഇത് വരുമ്പോൾ 5,400 വരും. 5,25,000 അല്ലേ? 5,25,000. ഓക്കെ, ഫിനാൻസ് കയറുമല്ലോ? ഫിനാൻസ് ഓട്ടോമാറ്റിക് ആണ്, ഫിനാൻസ് ചെയ്യാൻ പറ്റും. അതിനിടയിൽ ഒരു വണ്ടി ഉണ്ട്, ക്യാമറമാൻ എങ്ങനെയെങ്കിലും ഷൂട്ട് ചെയ്തേ പറ്റൂ. അതൊരു നെക്സോൺ ആണ്. ടാറ്റയുടെ ഏതാ മോഡൽ? 2021 മോഡൽ. ഓക്കെ, സിംഗിൾ ഓണർ ആണ്. 72,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. നമുക്ക് റേറ്റ് ഒരു XSL പ്ലസ് ആണ്. ഫുൾ ഓപ്ഷൻ ആണ്. അതെ. പെട്രോൾ അല്ലേ? പെട്രോൾ മാനുവൽ. റേറ്റ് വരുമ്പം 6,95 വരും. 6,95. അതിനും മാക്സിമം ഫിനാൻസ് ഒക്കെ കയറും കേട്ടോ. അതെ, കുഴപ്പമൊന്നുമില്ല. ഇനി അതൊക്കെ വണ്ടി വരാനുള്ളത് നമുക്കിനി ഒരു കുറച്ച് വണ്ടിയുടെ സ്റ്റോക്ക് വരാനുണ്ട്. കിടക്കുകയാണ് വണ്ടി. യെസ്. അപ്പോൾ ഇവർ വണ്ടി എടുത്തു കഴിഞ്ഞാൽ കുറേ ചെക്ക് പോയിന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വണ്ടി ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് വേണ്ടി റെഡിയാക്കി ഇടുന്നത്. പറയുകയാണെങ്കിൽ ഏകദേശം 200ഓളം ചെക്ക് പോയിന്റുകൾ കഴിഞ്ഞിട്ടാണ്, വണ്ടിയുടെ പല രീതിയിലുള്ള ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വണ്ടി ഇവിടെ കൊണ്ടുവന്ന് ഇടുന്നത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഫ്ലഡ് അഫക്റ്റഡ് ആണോ, വണ്ടി മേജർ ആക്സിഡൻ്റ് ആണോ എന്നുള്ള ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. അത്രയും ക്വാളിറ്റിയുള്ള വണ്ടികളാണ് എടുത്തിടാറുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ഓപ്ഷൻ അവൈലബിൾ ആണല്ലേ? അതെ, എക്സ്ചേഞ്ച് ഓപ്ഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വണ്ടി വിൽക്കാണ്ടെങ്കിലും സമീപിക്കാം. ഇപ്പോൾ ഏത് കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് വണ്ടി വിൽക്കാണ്ടെങ്കിൽ സമീപിക്കാം. ഇവർ അവിടെ വന്ന് വാല്യുവേറ്റ് ചെയ്ത് വണ്ടി എടുക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വണ്ടി പർച്ചേസ് ചെയ്യണമെങ്കിൽ നേരിട്ട് വരാം. വണ്ടി ഓൾ കേരള ഡെലിവറി കൊടുക്കുന്നുണ്ട്. ഓൾ കേരള ഡെലിവറി ഉണ്ട്, ഓൾ കേരള ഫിനാൻസും ഉണ്ട്. വണ്ടി വന്ന് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലെല്ലാം നോക്കി മെക്കാനിക്കിനെ കൊണ്ടുവന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം, അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും തരുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഡെലിവറി ടൈമിൽ നിങ്ങൾക്ക് ഇവിടെ വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവർ വണ്ടി എത്തിച്ചേരുന്നതായിരിക്കും. പിന്നെ എന്താ പറയാനുള്ളത്? ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയ കാര്യങ്ങളുണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കാനും ലൊക്കേഷൻ ഡീറ്റെയിൽസും എല്ലാം ഞാൻ താഴത്ത് കൊടുത്തിട്ടുണ്ട്, കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി പറയാം, തിരുവനന്തപുരം ജില്ലയിൽ ബാലരാമപുരത്ത് മുടവൂർപ്പാറ എന്ന് പറയുന്നതാണ് പ്രോപ്പർ സ്ഥലം വരുന്നത്. എന്തെങ്കിലും പറയാൻ വിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി കേട്ടോ. ജയൻ, താങ്ക് യു സോ മച്ച്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചിലപ്പോൾ ഇയാളായിരിക്കില്ല, നമുക്ക് ഓരോ തവണ വരുമ്പോൾ ഓരോ ആൾക്കാരെ കിട്ടാം. അതെ. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ. ഒരു ടാറ്റ കൊടുത്തു.